കോഴിക്കോട് ഒളവണ്ണയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. ഭൂമി തരം മാറ്റുന്ന ആവശ്യത്തിനായി 8 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഒളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനാണ് പിടിയിലായത്. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, കയ്യോടെ പിടികൂടുകയായിരുന്നു അല്ലേ? തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ്. കയ്യോടെ പിടികൂടുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസറാണ് പിടിയിലായിട്ടുള്ളത്. ഭൂമി തരം മാറ്റുന്നതിനായി കൈക്കൂലി വാങ്ങിയ ഒളവണ്ണ വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ പിടിയിലായിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനെയാണ് കയ്യോടെ പിടികൂടിയിട്ടുള്ളത്. ഇത് ഭൂമി തരം മാറ്റുന്ന ആവശ്യത്തിനായി 8 ലക്ഷം രൂപയായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതിൽ 50,000 രൂപ ഈ NGO ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. 50,000 രൂപ NGO ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കൈമാറുമ്പോഴാണ് വിജിലൻസ് യൂണിറ്റിൻ്റെ പിടിയിലായിട്ടുള്ളത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം തേടേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. സർ, എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത് നമ്മുടെ അന്വേഷണം? പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്ന വിവരങ്ങൾ എന്തെങ്കിലും? ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇവർ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറായിട്ട് എന്നിരുന്നാൽ പോലും നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഏത് പരാതി ലഭിച്ചായിരുന്നു നിങ്ങൾക്ക്? എങ്ങനെയായിരുന്നു പരാതി ലഭിച്ചാണ്? എന്തായിരുന്നു പരാതി? പരാതിക്കാരുടെ ഭൂമിയിൽ 1.62 ഏക്കർ വസ്തുവിന് തരം മാറ്റാനായി നൽകിയ അപേക്ഷയിൽ നികുതി സ്വീകരിക്കുന്നതിന് വേണ്ടി സമീപിച്ചപ്പോൾ സെൻറ്റ് ഒന്നിന് 10,000 രൂപ നിരക്കിൽ കൈക്കൂലി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് 50,000 രൂപ കൈമാറുമ്പോഴാണ് പിടിയിലായത്. തീർച്ചയായും അനുജ, ഇതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. നമ്മളിപ്പോൾ ലൈവായി കാണുന്നത് ആ വില്ലേജ് ഓഫീസറെ ഇപ്പോൾ വിജിലൻസ് സംഘം പിടികൂടിയ കാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂമി തരമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 8 ലക്ഷം രൂപയായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ ആദ്യ ഗഡുവായ 50,000 രൂപ കൈമാറുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത്. വിജിലൻസ് സംഘമാണ് പിടികൂടിയിട്ടുള്ളത്. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒളവണ്ണ വില്ലേജ് ഓഫീസറാണ് ഉല്ലാസ് മോനെയാണ് ഇപ്പോൾ കോഴിക്കോട് വിജിലൻസ് സംഘം പിടികൂടിയിട്ടുള്ളത്. അനുജ, ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഈ സമാന തരത്തിൽ എന്തെങ്കിലും പരാതികളൊക്കെ ഉള്ളതായി നമുക്കറിയാമോ മിഥില? അനുജ, തീർച്ചയായും പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജിലൻസിന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻപ് സമാനമായ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ 8 ലക്ഷം രൂപയായിരുന്നു കൈക്കൂലി. ഒന്നുകൂടി ആവർത്തിക്കാമോ? മുൻപ് സമാനമായ എന്തെങ്കിലും പരാതികൾ ഈ ഓഫീസർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അനുജ, അതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമായ വിവരം, ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ട സമയത്ത് ഈ പരാതിക്കാർ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് ഈ NGO ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ 50,000 രൂപ കൈമാറുന്നു എന്ന വിവരം വിജിലൻസിന് ലഭിച്ചു. അങ്ങനെ എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. അതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രാഥമികമായ വിവരം എന്നത്. 8 ലക്ഷം രൂപയായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടുള്ളത്. അതിൻ്റെ ആദ്യ ഗഡു എന്നോണം 50,000 രൂപ കൈമാറുന്നു. ആ കൈമാറുമ്പോൾ ആണ് ഇത്തരത്തിൽ വിജിലൻസിൻ്റെ പിടിയിൽ ഇയാൾ ആയിട്ടുള്ളത്. ഉല്ലാസ് മോൻ എന്നാണ് ഈ വില്ലേജ് ഓഫീസറുടെ പേര്. ഒളവണ്ണ വില്ലേജ് ഓഫീസറാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അനുജ് ചോദിച്ചതുപോലെ ഇതിനു മുൻപ് ഇത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി വിജിലൻസ് സംഘം അന്വേഷിച്ച് വരികയാണ്. ശരി, കോഴിക്കോട് ഒളവണ്ണയിലാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായത്. ഭൂമി തരം മാറ്റുന്ന ആവശ്യത്തിനായി 8 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. അതിന്റെ ആദ്യ ഗഡു 50,000 രൂപ കൈമാറുന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കയ്യോടെ തന്നെ ഈ പൈസ വാങ്ങുന്ന സമയത്ത് തന്നെ ഒളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനെ പിടികൂടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.